ഹായ് മക്കളെ. അപ്പോഴേ എല്ലാ മക്കൾക്കും നമ്മുടെ പുതിയ വീട്ടിലോട്ട് സ്വാഗതം. അപ്പം എല്ലാവരും ആഹാരം കഴിച്ചോ, ചായ ഒക്കെ കുടിച്ചോ? അപ്പം ഞാൻ രാവിലെ എടുത്ത് അവിടെ ചായ ഇട്ട് കുറച്ച് ചായ കുടിച്ച് ഇച്ചിരി ചായ പിടിക്കണം. പിന്നെ നമ്മൾ ഇഡലി ഉണ്ടാക്കിയിട്ടുണ്ട്. നല്ല ചൂട് ഇഡലി സാമ്പാറും ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പം ഞാനിത് കഴിക്കാൻ പോവാണ്. നിങ്ങൾക്ക് അസുഖം വേണമെങ്കിൽ വന്നാൽ തരാം. നമുക്ക് ഇച്ചിരി കഴിച്ചു നോക്കാം. അത് ചൂട് ഇഡലി ഇഡലി സാമ്പാർ. അടിപൊളി. അപ്പം ഞാനിത് കഴിക്കട്ടെ. കഴിച്ചിട്ടും വേണം ഇനി ചോറും കറികളും എല്ലാം വെച്ച്. അപ്പം എല്ലാം വെച്ചിട്ട് നമ്മൾ കാണിക്കാം. അപ്പോഴും ചോറൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് ഇപ്പോൾ വൈകുന്നേരമായപ്പോൾ ഇവിടെ ഓരോരുത്തർക്ക് അരിയുറട്ടിയും കോഴിക്കറിയും കഴിക്കണം. അപ്പോൾ അമ്മ കോഴിയെ വാങ്ങിച്ചിട്ടുണ്ട്, കുറച്ചെടുത്ത് കേട്ടോ. കുറച്ച് കോഴിയെ മേടിച്ചിട്ടുണ്ട്. പിന്നെ അരിയുറട്ടി ഉണ്ടാക്കാനായിട്ട് താണ്ടേ കഴിച്ചിട്ടുണ്ട്. അരിയുറട്ടി ഉണ്ടാക്കുന്നത് ഞാനല്ല, ഇവിടുത്തെ മുതലാളിയാണ്. അപ്പോഴും താണ്ടെ എണ്ണയിട്ട് നമുക്ക് കറി വെക്കാം. ചട്ടി ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ അമ്മ അതിനായിട്ട് താണ്ടെ കാന്താരിമുളക് കുറച്ച് ചതച്ച് വെച്ചിട്ടുണ്ട്. ഒരു കിഴങ്ങ്, വെളുത്തുള്ളി, ഇഞ്ചി, സവാള, കറിവേപ്പില. അപ്പം നമുക്ക് ഉണ്ടാക്കി വെക്കാം. അപ്പം ആദ്യം ചട്ടി വെച്ച് കുറച്ച് എണ്ണ എടുക്കുന്നുണ്ട്. നമ്മളിതിനകത്തൊരു സ്പെഷ്യൽ സാധനം ചേർക്കുന്നുണ്ട്, കുറച്ച് നെയ്യ്. ഈ നെയ്യ് ചേർക്കാൻ നല്ല ടേസ്റ്റാണ്. വളരെ കുറച്ച് ചേർക്കുന്നത്, കുറച്ച്. പിന്നെ ഇന്ന് വെക്കുന്നത് ഒരു സ്പെഷ്യൽ രീതിയിലാണ്. ഞാൻ ആദ്യം എപ്പോഴും കൊച്ചുള്ളിയും ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ അല്ലേ ഇടുന്നത്. നമ്മളിന്ന് പോലെ പെരുംജീരകം ചതച്ചത് അത് ആദ്യം ഇട്ട് നോക്കിക്കുന്നേ. കറച്ചത് നല്ല മണം കിട്ടട്ടെ. അപ്പം നമുക്ക് പെരുംജീരകം ചതച്ചത് കുറച്ചിടാം. അത് മൂന്ന് കിട്ടും. കണ്ടോ? ആ പെരുംജീരകം ചെറിയ വീടായിട്ടേക്കുന്ന കേട്ടോ. അപ്പം നമുക്ക് അതിനകത്ത് വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം ആദ്യം. കണ്ടോ? വെളുത്തുള്ളി ഒരു ചെറിയ ബ്രൗൺ കളറാകുമ്പോൾ നമുക്ക് പക്ഷേ എണ്ണ തെറിച്ച് വരുന്നു കേട്ടോ. അപ്പം അതുകൊണ്ടാണ് ഞാൻ തുടയ്ക്കുന്നത്. വെളുത്തുള്ളി നമുക്ക് ഒരു ചെറിയ ബ്രൗൺ കളർ ആവാറാകുമ്പോൾ നമുക്ക് അതിലോട്ട് ഇഞ്ചി ഇട്ട് കൊടുക്കാം. ഉണ്ടോ? ഇഞ്ചി ഇട്ട് കൊടുക്കും. എന്നിട്ട് നമുക്ക് രണ്ടും കൂടെ അങ്ങോട്ട് ഇളക്കിയിട്ട് നമ്മൾ അതിനകത്തോട്ട് സവാള ഇട്ട് കൊടുക്കുന്നു. ഉണ്ടോ? എന്നിട്ട് നമുക്ക് തീ കൂട്ടിയിടാം. സവാള ഇട്ടേക്ക് നമ്മൾ തീ കൂട്ടിയിട്ട് അപ്പോൾ ഇതിവിടെ കിടന്ന് വയറ്റി വരട്ടെ. അപ്പോഴത്തേക്ക് നമുക്ക് ഇതിനകത്തോട്ട് എന്തൊക്കെ ചേർക്കണമെന്ന് നമ്മൾ പറഞ്ഞുതരാം. ചിക്കനകത്ത് ഉപ്പുനീര് ഒഴിച്ച് വെച്ചിട്ടുണ്ട്. കഴുകി വൃത്തിയാക്കി കുറച്ച് ഉപ്പുനീര് ഇട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അതിലോട്ട് നമുക്ക് ഇത് രണ്ടും കാശ്മീരി മുളക് പൊടിയാണ് കേട്ടോ. അത് 1, 2, ഒരു 3 സ്പൂൺ. 1 സ്പൂൺ മല്ലിപ്പൊടി, ഈ സ്പൂണിനാണ് എല്ലാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. അപ്പോൾ ഇത്രയും ചേർക്കുന്നുള്ളൂ. കണ്ടോ? ഇത് ഉപ്പുനീരിട്ട് വെച്ചിട്ട്. അപ്പോൾ ഇത് നമുക്ക് നല്ലോണം അങ്ങ് മിക്സ് ചെയ്യാം. അപ്പോൾ നമ്മൾ വേണ്ടേ എല്ലാം പുരട്ടി വെച്ചിട്ടുണ്ടേ. ഇത് നമ്മൾ ചെറുതായിട്ടൊന്ന് വഴറ്റി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ കാന്താരി ചതച്ചതിട്ട് കൊടുക്കാം. കാന്താരി ചതച്ചതിട്ട് കൊടുക്കാം. ഈ കാന്താരി ചതച്ചതിട്ട് കൊടുക്കുക എന്ന് പറയുന്ന സാധനം ചെറുതായിട്ടൊന്ന് കാന്താരി മുളക് മൂക്കണം. എന്നിട്ട് നമുക്ക് അതിനകത്തോട്ട് ഈ കിഴങ്ങും കറിവേപ്പിലയും ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്ക് നല്ലോണം അങ്ങോട്ട് ഒരു കിഴങ്ങേ എടുക്കത്തുള്ളൂ കേട്ടോ. നല്ലോണം നമുക്ക് അങ്ങോട്ടത് നല്ല ചുമക്ക അങ്ങോട്ട് വഴറ്റിയെടുക്കും. ഇത് നല്ലോണം ചുമക്കട്ടെ. വൃത്തിയായിട്ടുണ്ട്. ചിക്കനകത്ത് ഉപ്പിട്ടുണ്ട്, അതൊക്കെ ഇതിനകത്ത് ഉപ്പിടുന്നില്ല കേട്ടോ. അപ്പോൾ അത് വഴറ്റി വരട്ടും. സമയം പിടിക്കും. നമ്മുടെ സവാളയും കിഴങ്ങും എല്ലാം ഒരു ഇളം ബ്രൗൺ കളറായിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് പുരട്ടി വെച്ചേക്കുന്നത് ചിക്കൻ ഇട്ട് കൊടുക്കാം. അതിനകത്ത് ഉപ്പും എല്ലാം ഇട്ടിട്ടുണ്ട്. നമ്മളെ ചിക്കൻ വേണ്ടേ ഇട്ടിട്ടുണ്ട്. ഇനി നല്ലോണം അങ്ങോട്ട് ഒരു 10 മിനിറ്റ് ഇതങ്ങോട്ട് ഒരു ബ്രൗൺ കളർ. ഇപ്പോൾ വെള്ളം ഒഴിക്കരുത്.
ഇതൊരു ബ്രൗൺ കളറാവണം. ചെറിയ രീതിയിങ്ങനെ ഇളക്കി ഇളക്കി ഇടണം. അതവിടെ കടന്നൊന്ന് ബ്രൗൺ കളറാവട്ടെ. 2-3 പീസ് ഞാൻ പൊരിക്കാൻ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഉപ്പ് കൊടുത്തു, ഇച്ചിരി ഉപ്പ് വേണം. ഒരിച്ചിരി പെരിഞ്ചീരകം ഇതിനകത്തിട്ടാണ്. അപ്പം അമ്മ ലേശം കുരുമുളക് പൊടിയും കൊണ്ട് ഇടുന്നുണ്ടേ. ഉണ്ടോ, പൊരിക്കുന്നതിന് ഇട്ടിട്ടുണ്ട് കുരുമുളക് പൊടി ലേശം. നമുക്കത് ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്ത് വെക്കണം. കുരുമുളക് പൊടി പെരിഞ്ചീരകവും പിന്നെ ഇട്ടിട്ടുണ്ടേ മണത്തിന്. ഉപ്പ് നീര് ഇച്ചിരി ഒഴിച്ചിട്ടുണ്ട്. ചിക്കൻ കറിക്കും കുറച്ച് ഉപ്പ് നീര് ആവശ്യം വരും. അപ്പോൾ ഇതിവിടെ നിന്ന് മസാല പിടിക്കട്ടെ. അപ്പോൾ ഇതേ അമ്മ കുറച്ചും കൂടെ ഒന്ന് വഴറ്റിയിട്ട് ശേഷം വെള്ളം ഒഴിക്കുന്നത്. അപ്പോൾ കുറച്ചും കൂടെ ഒന്ന് വഴറ്റിയിട്ട് വെള്ളം ഒഴിച്ചിട്ട് കാണിക്കാം. അപ്പുറത്തെ വീട്ടിലെ ചേച്ചിയുടെ വീട്ടിലിതാ താണ്ടെ പോയി രാത്രി രീതിയിലാണ്. നല്ല അടിപൊളി മുല്ലപ്പൂ ഉണ്ടാ. ഇത് 12 അടുക്കുള്ള മുല്ലപ്പൂ. അയ്യോ എന്തൊരു മണമാണെന്നറിയാമോ. അതാ സൂപ്പർ മണം, അടിപൊളി മുല്ലപ്പൂ ഉണ്ടാ. അപ്പം അമ്മക്കേ ഇതേ വിളക്കിൻ്റെ അടുത്ത് വെക്കാം. ഇവിടെ ഒടിക്കട്ടെ, നല്ല മണം കിട്ടും. നമ്മുടെ ചിക്കൻ കറിയൊക്കെ നല്ല സെറ്റായിട്ടുണ്ടോ. സൂപ്പർ ഇതാ ഉണ്ടോ, നല്ല അടിപൊളി ചിക്കൻ കറി ആയിട്ടുണ്ടേ. അപ്പം നമുക്ക് അരിയുടെ ഉരട്ടി താണ്ടേ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ചിക്കൻ 2 കഷ്ണം വറുത്തിട്ടുണ്ട് കണ്ടോ. അപ്പം ഞാൻ കഴിക്കാൻ പോവാണ്. അപ്പം എല്ലാ മക്കളും അമ്മയുടെ വീഡിയോ കാണണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അമ്മ നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് വരാം. ടാറ്റാ.